ഹലോ ഹായ്. എല്ലാവർക്കും മൈ വ്യൂസ് ലക്ഷ്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു ചെറിയ ഫണ്ണി ആയിട്ടുള്ള ഫണ്ണി ആണോന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, മിക്കവാറും ഫണ്ണി ആകും. ഇതിന്റെ ഔട്ട്പുട്ട് വെച്ചിരിക്കും എങ്ങനെ ഇരിക്കുന്നുള്ളത്. അപ്പൊ എപ്പോഴും ഞാൻ നമ്മൾ പുറത്തു പോകാനിരിക്കുമ്പം വരുന്ന എന്നും ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്നോട് എപ്പോഴും ചീത്ത അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല, എന്താണ് ഇങ്ങനെ ഒരു ടൈം പറഞ്ഞിട്ട് അതായത് ഒരു മിനിറ്റ് പോലും നമ്മൾ മാറാൻ പാടില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോ ഞാൻ പറയും ഇതൊക്കെ ചെയ്യണ്ടേ, ഇപ്പൊ സാരി ഒക്കെ ആണെങ്കിൽ ഇത്തിരി ഹെവി ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം സമയം എടുക്കില്ലേ. അപ്പോ മേക്കപ്പ് ചെയ്യാൻ എനിക്ക് അധികം സമയം എടുക്കാറില്ല, പക്ഷെ അന്ന് പുള്ളിക്ക് മനസ്സിലാവാറില്ല. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും ഏട്ടനെ കൊണ്ട് എന്നെ ഒന്ന് സുന്ദരിയാക്കിക്കാം. സുന്ദരിയാവോ എന്താവോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്തായാലും അതൊന്ന് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആള് റെഡിയാണെന്ന് പറഞ്ഞു. അതാണ് ഇന്നത്തെ ഒരു ടാസ്ക്. എങ്ങനെ അത് ചെയ്തു വെക്കും. പിന്നെ എനിക്ക് ഇത്രയും ഈ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉള്ളൂ, അധികം ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. കൺസീലർ, ഫൗണ്ടേഷൻ, അതുപോലെ കോമ്പാക്ട് പൗഡർ, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമുക്കില്ല കേട്ടോ. ഐ മീൻ എനിക്കിതൊന്നും മുഖത്തിന് പിടിക്കത്തില്ല. ഇതൊക്കെ ഇട്ട് ഈ കോമ്പാക്ട് പൗഡറും ഇതൊക്കെ ഞാൻ കുറെ വാങ്ങിയും നല്ല നല്ല ബ്രാൻഡിന്റെ ഒക്കെ വാങ്ങിയൊക്കെ ഉപയോഗിച്ചു നോക്കി. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേ എന്റെ മുഖം ആകെ മോശമാവും. അതോടുകൂടി ആ സാധനങ്ങളൊക്കെ ഞാൻ നിർത്തി. പിന്നെ എനിക്കൊരു ഇറിറ്റേഷനുമാണ്, ഇതൊക്കെ അങ്ങോട്ട് മുഖത്ത് വലിഞ്ഞു മുറുകിയ പോലത്തെ ഒരു ഫീലാ. ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു. ഈ സാധനങ്ങളൊന്നും ഇതിനകത്ത് വെച്ചിട്ടുമില്ല. ഈ സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? കാരണം നമ്മളൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിളിച്ചുണ്ട മാമ്പഴത്തില്. അതിനകത്ത് ശ്രീനിവാസൻ സാറ് വെക്കുന്ന പോലത്തെ ഒരു തൊപ്പി, എനിക്ക് ഇവിടെ തൊപ്പിയൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ കണ്ടത് ഇതാണ് എന്റെ തലയിലിരിക്കുന്ന സാധനം. അത് വീണ് പോവാതിരിക്കാൻ കുറെ കഷ്ടപ്പെട്ടാണ് ആ സ്കിറ്റ് ചെയ്തത്. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് പോയി കണ്ടോളൂ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്റെ മേക്കപ്പ് പൗച്ച്. അപ്പോ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. എന്താണ് ഐഡിയ, എങ്ങനെയാണ്, എവിടെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ മീൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആദ്യം ഇത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. പിന്നെ എല്ലാം കണ്ടാൽ അറിയാം, എല്ലാം അറിയുന്ന സാധനല്ലേ. എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും എനിക്ക് അങ്ങനെ അറിയൂല, അതൊന്നും ചോക്ലേറ്റാ. എനിവേ, എന്റെ മേക്കപ്പ് പരമ്പര ദൈവങ്ങളെ കാത്തോണേ. ആദ്യം സ്കിൻ കെയർ ആട്ടോ, അത് നമ്മൾ ചെയ്യണം, രണ്ടുപേരും ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ എന്താ പറയാ, മോയ്സ്ചറൈസർ. അതെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് ഷോപ്പിന്റെ ഈ റൈസ് സിറമൈഡ് എന്ന് പറഞ്ഞ മോയ്സ്ചറൈസർ ആണ്. എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇത് എനിക്കിത് നല്ലതാ. എനിക്ക് എല്ലായിടത്തും തേച്ചോ. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ഇത് നല്ലതാട്ടോ. റൈസ് സിറമൈഡിന്റെ ഫേസ് ഷോപ്പിന്റെ റൈസ് സിറമൈഡിന്റെ മോയ്സ്ചറൈസർ. ഇതിപ്പോ നമ്മൾ എത്രയായിട്ടോ ബോട്ടില്? 5, 6, 7 ഉണ്ടായില്ലേ? കുറച്ചായി. നമ്മളിപ്പോ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇത് എനിക്ക് ഇടാലോ, അതുകൊണ്ട് ഞാൻ ഇട്ടു. നമ്മൾ സ്കിൻ കെയർ ഒക്കെ ജെൻഡർ വ്യത്യാസം ഒന്നും വേണ്ട, ആണും പെണ്ണും എല്ലാം ചെയ്യണം. പിന്നെ സൺസ്ക്രീൻ, അത് അറിയാം, ചെയ്യുന്നതാ. ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോന്റെ ആട്ടോ. ഡെർമാക്കോന്റെ ഏതായിരുന്നു? SPF 50 1% ഹൈഡ്രോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ. ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ഭയങ്കര നല്ല റിവ്യൂ കേട്ടിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത്. പക്ഷെ അടിപൊളിയാണ് സാധനം. പക്ഷെ വേണ്ടല്ലേ അവിടെ, അടിപൊളിയാണ് ആ സാധനം. നമുക്ക് അത്യാവശ്യം നേരം ഇത് ഇങ്ങനെ റീഅപ്ലൈ ചെയ്യുന്ന പരിപാടി എനിക്ക് ഇത്തിരി കുറവാണ്. എനിക്കത് പറ്റത്തുമില്ല, ഞാൻ മറന്നൊക്കെ പോകും. ഞാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും ചിലപ്പോ, പക്ഷെ അത് ചെയ്യാറില്ല. എന്നാലും സൂപ്പറാണ്. പിന്നെ ഇതാണ് എന്റെ കോമ്പാക്ട് പൗഡർ. വർഷങ്ങളായിട്ട് എനിക്കിഷ്ടമുള്ള, ഇത് ഇട്ടാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. യാഡ്ലി ലണ്ടന്റെ അതിങ്ങനെ ഫ്ലേവേഴ്സ് കുറെ ഉണ്ടല്ലോ, അതിടയ്ക്ക് മാറ്റി മാറ്റി. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മണം ഇഷ്ടമാണ്. ഇത് കുഴപ്പമില്ല, നല്ല ഒരു രസമുള്ള സൂത്തിങ് ആയിട്ട് ഫ്രാഗ്രൻസ് ആണ്. ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് അറിഞ്ഞൂടാ എത്ര കൊല്ലമായി ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഇതാണ്, ഇപ്പോഴും ഇതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ, പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ ലിപ്സ്റ്റിക് ഇടുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ആകെ പൗഡർ, പൊട്ട്, കണ്ണെഴുതുക. കണ്ണെഴുതുന്നത് തന്നെ വല്ല കാലത്തായിരിക്കും. അപ്പം മെയിൻ ഐറ്റം ആണിത്, അന്ന് മുതൽ ഇന്ന് വരെ. പോപ്പി ഇന്ന് ചലഞ്ചാണ്. പോപ്പിക്ക് ഒന്നിന്റെ ആവശ്യമില്ല, പോപ്പി സുന്ദരി ആയതുകൊണ്ട്. ഇന്ന് ചലഞ്ചാണ്. പോപ്പിക്ക് ഇത്ര സാധനങ്ങളൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ടത് കൊണ്ട് എന്തൊക്കെയാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നത് നോക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. ഇതെല്ലാം കഴിഞ്ഞു. സ്കിൻ കെയർ നമ്മൾ കഴിഞ്ഞു വളരെ സക്സസ്ഫുള്ളി. കുഴപ്പമൊന്നുമില്ലല്ലോ, ആർക്കറിയാം. അത് കഴിഞ്ഞാൽ ഇനി
അപ്പൊ ആദ്യം തന്നെ ഐ ഷാഡോ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ. അല്ല, കണ്ണെഴുതുമ്പോ ആദ്യം തന്നെ ഐ ഷാഡോ ചെയ്യേണ്ടതെന്ന് ആർക്കറിയായിരുന്നു? എനിക്കതൊന്നും അറിഞ്ഞിട്ടൊന്നല്ല, ഞാനൊരു സാധനം കൈ കിട്ടിയത് തൊട്ടി ആയിക്കോട്ടെ. ഐ ഷാഡോ എനിക്ക് വിട്ടുവിടാൻ പറ്റാത്ത സാധനം കേട്ടോ. ഏതൊക്കെ കളറാണ്? സിൽക്ക്. നമ്മൾ എന്തെങ്കിലും പാർട്ടിക്ക് പോണോ? സാധാരണ എന്തെങ്കിലും ഇട്ടാ പോരെ? എന്തെങ്കിലും ഇട്. ഞാനിത് എടുത്ത്. ഇന്നിപ്പോ ഏട്ടൻ എന്നെ എങ്ങനെ സുന്ദരിയാക്കുന്നുള്ളതാണ് കാണുന്നത്. എന്നിട്ട് ഇതുപോലെയൊക്കെ ഞാൻ പുറത്തു പോണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കൂ ഗൈസ്. കൊറേ ഇടരുത്, കുറച്ചിട്ടാ മതി. എനിക്കിതിന് ബ്രഷ് ഉണ്ട്, ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു വേഗം ഇത് ചെയ്യണ്ട. എന്നോട് ചോദിച്ചൊന്നുമില്ല ബ്രഷിന്റെ കാര്യം. ബ്രഷ് ഒക്കെ ഉണ്ട് ഉണ്ട്, ഉപയോഗിക്കാറില്ല. എടുക്കാനുള്ള മടി കൊണ്ടും. എനിക്ക് കൈ കൊണ്ട് ചെയ്താലേ എനിക്ക് അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഐ ഷാഡോ എന്നോട് എല്ലാവരും ചോദിക്കുക എന്തിനാണെന്ന്. എനിക്കിത് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. ഞാൻ പക്ഷെ ലൈറ്റ് കളർ ഉണ്ട് ഇതിനകത്ത്, അതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഒരേ കളർ തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോ ലണ്ടന്റെയാണ്. ഇത് ലണ്ടനിലെ സൂപ്പർ ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, അവരുടെയാണ് ഈ സ്റ്റുഡിയോ ലണ്ടൻ. കുറെ അധികം ഐ ഷാഡോ പാലറ്റ്സ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ അകത്ത് കളേഴ്സ് കണ്ടോ, ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന ടൈപ്പില് ഉള്ള ഐ ഷാഡോസ് ആണ്. ഒന്നും നമുക്ക് വേണ്ടാന്ന് പറയാനില്ല, ഭയങ്കര നല്ലതാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അവിടെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാൻ പറയൂട്ടോ. നല്ല സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെന്തിനാ? ഇത് ഐബ്രോ. ഐബ്രോ ഫില്ലർ ആണ്. ഇതെന്താണിത്? ഇതെടുത്ത അതിന്റെ ഉള്ളിൽ വെക്ക്. കിട്ടുന്നില്ല. ബ്രൗൺ മതി, ബ്രൗൺ. കുറേശ്ശേര് എന്തോരോ, അത് എനിക്ക് എത്ര കാലം ഉപയോഗിക്കായിരുന്നത്. എന്നെയും മാതിരി ചട്ടമ്പി പോലെ ആക്കി വെക്കട്ടാ. ആയുധം വെച്ചുള്ള കളിയാണ്, മിണ്ടാതിരിക്കും ഈ സമയത്ത്. ഞാനിവിടെ മിണ്ടണേന് അവിടെ എന്തിനാണ് കുഴപ്പം? കോൺസെൻട്രേഷൻ പോകുന്നു. ഇതിന് ഇങ്ങനെ വിടർത്തിയൊന്നും ഇടണ്ട, ജസ്റ്റ് ആയിട്ടില്ലൊന്നും. ദൈവമേ, ദൈവത്തിനറിയാൻ എന്ത് കോലാക്കുന്നു. മോശമല്ല, നല്ലതാക്കണ്ടത്. നല്ലതാണ്. ഇതുവരെ സൂപ്പറാണ്. നോക്കെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണടിയൊന്നും കാണില്ല. ഇത്രയൊക്കെ മതിയാവും. അപ്പൊ അത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യണ്ടേ? കണ്ണിന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. കണ്ണിന്റെ പരിപാടി അതിന് മുമ്പ് മുകളിൽ വരയ്ക്കണ്ടേ? മുകളിൽ വരയ്ക്കാനും ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാട്ടോ, ലാക്മി. കുട്ടിയായിരിക്കുമ്പോ തുടങ്ങി അമ്മ ഉപയോഗിച്ചു തന്നത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കുറെ അധികം പ്രൊഡക്ട്സ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് ഇത്രയൊക്കെ? ദൈവത്തിന് അറിയാം, കൊറേ പരന്ന പോലെ ഒരു ഫീൽ എനിക്കുണ്ട്. പറഞ്ഞിട്ടോ മിണ്ടല്ലേന്ന്, ആയുധം വെച്ചുള്ള കളിയാണ്. അയ്യേ, കൊറേ നീളത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇല്ല, കറക്റ്റാണ്. പരന്നല്ലേ? ഇല്ല, ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കണ്ണിന്റെ താഴെ താഴെ യൂസ് ചെയ്യുന്നതാട്ടോ കൊളോസൽ. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാരും അതാന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. നല്ലതാണ്. ഞാൻ കുറെ മേടിച്ചു കൊടുത്തതിന്റെ എനിക്ക് കണ്ടപ്പോ മനസ്സിലായി. കണ്ണെഴുതുന്നത് ഇഷ്ടമാണ് പുറത്തു പോകുമ്പോ. ഈവൻ വീട്ടിലിരിക്കുമ്പോഴും കണ്ണെഴുതാൻ പറയും. നല്ല കോലമായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എനിക്ക്. ദൈവമേ, ഞാനിത് അപ്ലോഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ തീരുമാനമില്ല. തീർക്കല്ലേട്ടാ, കൊറേ ഉപയോഗിക്കല്ലേ. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് സാധനം തീർന്നു പോവും. പക്ഷെ ഇതൊന്നും ആയിട്ടില്ല. കണ്ണ് കണ്ടൂടെ മോന്? ഞാൻ മെല്ലെ വാട്ടർ ലൈനിലാണ് തേക്കേണ്ടത്. ഞാൻ അടിയിലല്ല തേക്കാൻ, വാട്ടർ ലൈനിലാ. എന്തേ?
അതല്ല താഴെ പോയി. വൃത്തിയുണ്ടാ? ഇല്ല, നമുക്ക് നോക്കാം എന്താവും. സൂപ്പർ ആയിരിക്കും ചിലപ്പോ. ഇനി എന്താ? ഇനി അപ്പൊ കണ്ണിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞില്ല, മസ്കാരയും കൂടി ഉണ്ട് ഇനി. മസ്കാര ആ, അതെന്താ? കണ്ണിന്റെ പീലിൽ ഇങ്ങനെ തേക്കണത് അല്ല, അതല്ല ഇത്. ഇത് ഈ മസ്കാര ഞാൻ ജസ്റ്റ് മുകളില് മാത്രം എഴുതും, അല്ലെങ്കിൽ ചിലപ്പം കണ്ണിന്റെ താഴെ എഴുതിയിട്ട് മസ്കാര മാത്രം ഇട്ട് പോവേ. മതി, ഏകദേശം ഒരു തീരുമാനമായെന്ന് അറിയാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? സ്കൈ ഹൈ, മെബിലിന്റെ തന്നെ സ്കൈ ഹൈ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതാട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ആണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒരുമാതിരിപ്പെട്ട എല്ലാ മസ്കാരയും ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും കളയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പരമാവധി ഞാൻ വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യാറില്ല. ബ്രഷ് വേണം. ചുട്ക്കി പോലെ ആക്കട്ടാ, എന്നെ ചുട്ക്കി പോലെ ആക്കല്ലേ. ഇത് എവിടേക്ക് തേക്കണത്? അവിടെ തേക്കൂല, ഇവിടെ മാത്രമേ തേക്കൂ, ചീക്സില് മാത്രം. അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി അല്ല തേക്കുക, മുകളിലേക്കാ. എന്തൊക്കെയോ ആണ്. ഇനി അടുത്തത് ലിപ്സ്റ്റിക്. ഏതെങ്കിലും ആക്കിക്കോ. ലിപ്സ്റ്റിക് എനിക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് വേണ്ട, അത് ഭയങ്കര ന്യൂഡാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ലോങ് സ്റ്റേക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിട്ട് എന്റെ കയ്യിലുള്ളത് സൂപ്പർ സ്റ്റേ മേബിലിന്റെ. അത് വേണമെന്നില്ല, ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, അപ്പൊ നമുക്ക് വീട്ടിൽ നിൽക്കല്ലേ. അപ്പൊ ഇത് മതി. ഇത് നല്ലതാട്ടോ, ഫേസസ് കാനഡയുടെ ക്രയോണ്. അല്ലെങ്കിൽ 2 ആഴ്ച കഴിക്കേണ്ടതൊക്കെ ഇപ്പൊ തീരുന്ന വാങ്ങാം. ഭംഗിയായിട്ട് ചെയ്യണം, അതാണ് എന്റെ ഒരു പോളിസി. പോപ്പി ഒച്ചെടുത്തിട്ടേ ഞങ്ങള് താഴെ അയച്ചിട്ടുണ്ടായിരുന്നു. പോപ്പി ഇപ്പൊ ഡോർമ ഒന്ന് മുട്ടുക. ഈ ഡോർമ വന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണ്ട്. അത് കഴിഞ്ഞു, ഓൾമോസ്റ്റ്. ഇതെന്തിനായിരുന്നു? ഇത് ഹൈലൈറ്റർ ആണ്. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പുരികത്തിന്റെ താഴെയും അവിടെ. ഇത് ആ ബ്രഷ് വെച്ചിട്ടോ അങ്ങനെ തേച്ചോ. ബ്രഷ് ചീത്തയാക്കരുതേ, അതിനകത്ത് കറുപ്പ് ഐബ്രോസിന്റെ കളറൊന്നും വരാൻ പാടില്ല. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി എന്തൊക്കെ ഉണ്ടോ ചെയ്യാൻ? എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സൂപ്പറായിട്ടുണ്ട്. ഒരു കണ്ണാടി എടുക്ക് നോക്കട്ടെ. ഏതായാലും മനസ്സിലാക്കട്ടെ എത്ര പാടുണ്ട് നമ്മൾ ചെയ്യണേ. ഞാൻ ആദ്യമായിട്ട് ചെയ്യണല്ലേ, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണല്ലേ? അമ്മേ, ഇതെന്ത് കോലാണത്? എന്റെ ഒരു യക്ഷി പോലാക്കി വെച്ചിരിക്കണത്. ആരെങ്കിലും ചോദിച്ചാൽ മറ്റേ ബാംബു ബോയ്സിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാന്ന് പറഞ്ഞാൽ മതി. അയ്യേ വൃത്തികേട്. ഇതിനേക്കാളൊക്കെ സൂപ്പർ ആയിട്ട് ആൾക്ക്. ഞാൻ ഇത് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുറെ യൂട്യൂബേഴ്സ് ഭർത്താക്കന്മാര് ഇങ്ങനെ ഭാര്യമാരെ ഇങ്ങനെ ഒരുക്കണ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഭർത്താവിന് ഇത്തിരി ബോധമൊക്കെ ഉള്ളതാണല്ലോ, എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ കണ്ണടച്ചേ നല്ലവർക്ക് അതിന്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ. സൂപ്പർ അല്ലേ? ഒന്നും പറയാനില്ല, എനിക്ക് വയ്യ. ഗൈസ്, അപ്പൊ ഇത് നിങ്ങൾ ആരും വീട്ടിൽ അനുകരിക്കരുത്. സമാധാനപരമായ അന്തരീക്ഷം ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ജീവനുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.
അപ്പോ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് കമന്റ് ഒന്നും ഇടരുത്, ദൈവത്തെ ഓർത്ത്. ഇത് ഒന്നിനും കൊള്ളൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മനുഷ്യന് മാത്രമേ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എനിക്ക് അതിലൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തൊന്നും ചെയ്ത് വെച്ചേക്കണേ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. ഏതായാലും ഞങ്ങളുടെ ഒരു ഫണ്ണി ഒരു ഇതിങ്ങനെ തന്നെയൊക്കെ വരുള്ളൂ എന്ന് എനിക്കെല്ലാം ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെ വന്നു. താങ്ക് യു. അപ്പോ ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. മേക്കപ്പ് അല്ല കേട്ടോ, വ്ലോഗിനെ കുറിച്ച്. അപ്പോ എല്ലാവർക്കും അടുത്ത വ്ലോഗ് വരുന്നത് വരെ മൈ വ്യൂസ് ബൈ ലക്ഷ്മിയിൽ നിന്നും സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.